മഹാഭാരത നായകനായ കർണനെ പുതുപരിപ്രേക്ഷ്യത്തിൽ അവതരിപ്പിക്കുന്ന ചിത്രം മലയാളം ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ ഭാഷകളിലാവും നിർമ്മിക്കുക. ദുബായ് കേന്ദ്രമായി പുതുതായി രൂപം നൽകിയ കാവ്യ ഫിലിംസിന്റെ ബാനറിലാണ് ചിത്രനിർമ്മാണം. നടൻ പൃഥ്വിരാജാണ് ചിത്രത്തിൽ കർണനായി വേഷമിടുന്നത്. കഠിനാധ്വാനത്തിലൂടെ ഇതിഹാസ കഥാപാത്രത്തിന് പകർന്നാട്ടം നൽകാൻ എല്ലാ മുന്നൊരുക്കവും നടത്തുമെന്ന് പൃഥ്വിരാജ് പറഞ്ഞു. ഇത് ചരിത്രത്തിന്റെ നേരിട്ടുള്ള ആവിഷ്കാരമാണ്. പക്ഷേ ആവിഷ്കരണം എന്ന് പറയുമ്പോൾ ഇതൊരു മിത്തോളജിയാണ്. ഇത് മഹാഭാരതം എന്ന നമ്മുടെ ഐതിഹ്യവും അതിലെ കർണൻ എന്ന കഥാപാത്രവും ആയിരക്കണക്കിന് മാനിഫെസ്റ്റേഷൻസും ഇൻ്റർപ്രിട്ടേഷനും നടന്നിട്ടുണ്ട്. അപ്പോൾ നാളെ വിമലിൻ്റെ കർണൻ അത് ശരിയല്ലെന്നും അത് ശരിയാണെന്നും അതിങ്ങനെ ആയിരുന്നില്ലെന്നും ഇങ്ങനെ ആകണമെന്നും ഒക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ വരും. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മഹാഭാരതത്തിലെ കർണൻ എന്ന കഥാപാത്രത്തിൻ്റെ ഒരാളുടെ ഇൻ്റർപ്രിട്ടേഷനും ഒരു നടൻ്റെ മാനിഫെസ്റ്റേഷനുമാണ്. അപ്പോൾ അതിനെ അങ്ങനെ കാണാൻ പാടുള്ളൂ. തികച്ചും വേറിട്ടതും മികച്ചതുമായ സാങ്കേതികത ഉൾക്കൊള്ളുന്നതായിരിക്കും സിനിമയെന്ന് സംവിധായകൻ RS വിമൽ വ്യക്തമാക്കി. മലയാളത്തിൻ്റെ അംബാസഡറായി കർണനും രാജുവും വരിക എന്നുള്ളതായിരിക്കാം ഇതിൻ്റെ ആത്യന്തികമായ നടപ്പാകൽ. അതിനുവേണ്ടിയുള്ള ശ്രമവും ആഗ്രഹവുമാണ് വാസ്തവത്തിൽ. ബാഹുബലി സിനിമയുടെ ഛായാഗ്രഹൻ KK സെന്തിൽകുമാർ ആയിരിക്കും കർണനിൽ ക്യാമറ ചലിപ്പിക്കുക. ദുബൈയിലെ മലയാളി ബിസിനസ് പ്രമുഖൻ വേണു കുന്നപ്പിള്ളിയാണ് ചിത്രത്തിന് മുതൽ മുടക്കുന്നത്. ദുബൈയിലെ ബുർജുൽ ഹർബ് ഹോട്ടലിൽ നടന്ന ചിത്രത്തിന്റെ പ്രഖ്യാപന ചടങ്ങിൽ വിജയ് യേശുദാസ്, ഡോക്ടർ സതീഷ് എന്നിവരും സംബന്ധിച്ചു. ലക്ഷ്മി ഗോപാലസ്വാമിയുടെ നൃത്തപരിപാടിയും അരങ്ങേറി. മീഡിയ 1 ദുബൈ.